ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണ്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെയ്ത ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു മൾ കോട്ടൺ മെറ്റീരിയലിൽ ചെയ്തേക്കുന്ന ഹാൻഡ് വർക്കാണ്. നല്ലൊരു പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡാണ് ഈ മെറ്റീരിയലിലുള്ളത്. അപ്പോൾ അതിലേക്ക് വൈറ്റ് പേൾസ് വെച്ചിട്ടാണ് ഞാൻ നെക്കിലും ഹാൻഡിൻ്റെ അവിടെയും ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇതുപോലെ കുഞ്ഞു ബീഡ്സ് വെച്ചിട്ട് നമ്മൾ 2mm ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് ഫ്ലവേഴ്സ് ആദ്യം നെക്കിൽ ചെയ്തിട്ട് അതിൽ അവിടെയായിട്ട് കുറച്ച് ബീഡ്സും സ്റ്റോൺസും പിന്നെ കട്ട് ബീഡ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇതെൻ്റെ രണ്ടാമത്തെ വർക്കാണ്. ഞാൻ ചെയ്തത് ഫാബ്രിക് പെയിൻ്റാണ്. ഇതും മൾ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. അത് നല്ല പേസ്റ്റൽ ഷെയ്ഡ്. എൻ്റെ കയ്യിൽ കിട്ടിയത് 5 മെറ്റീരിയലാണ് പേസ്റ്റൽ ഷെയ്ഡിൻ്റെ. അതിൽ 5 നല്ല സിമ്പിളായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ചെയ്തൊരു വർക്കായിരുന്നു അത്. ഇത് മൂന്നാമത്തതാണ്. ഇത് ഞാൻ കുറേ സമയമെടുത്ത് ചെയ്യേണ്ടി വന്നതാണ്. ആകെപ്പാട് ഒരൊറ്റ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ബീഡ്സ് വെച്ച് കൊടുത്തു, 2mm ബീഡ്സ്. ഈ സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ചെയ്യാനാണ് എനിക്ക് ഒത്തിരി സമയം പോയത്. ഇതാണ് എൻ്റെ ഫോർത്ത് വർക്ക് എന്ന് പറയുന്നത്. ഇതും ഞാൻ പെയിൻറ്റിങ് ആണ്, ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇത് നല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിനകത്ത് വൈറ്റ് കളർ മാത്രമാണ് കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മതിയെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്ത കുറച്ച് വർക്കാണ്. പിന്നെ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതിലാണെങ്കിലും ഒത്തിരി മിസ്റ്റേക്കുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തുടക്കമായതുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. 2 താഴെയും ഒരെണ്ണം മുകളിലുമായിട്ടാണ് 2 പെയിൻറ്റിങ്ങാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. കഫ്താനൊക്കെ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ. അത് നമ്മുടെ റിംഗ് സ്റ്റോണിൻ്റെ ചെയിനും പിന്നെ കുന്തൻ സ്റ്റോൺസും യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. B7000ൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതും വളരെ സിമ്പിളാണ്. കുന്തൻ ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ചെയ്തിട്ട് 2 സൈഡിലും ഇങ്ങനത്തെ കുന്തൻ ബീഡ്സും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതേ കാര്യം തന്നെ സ്ലീവിലും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കൊടുത്തപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ്. ചുമ്മാ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ കിട്ടിയ സമയം കൊണ്ട് ചോട്ടുകുട്ടിക്ക് ഞാനൊരു ഉടുപ്പ് ചെയ്തായിരുന്നു. ഇത് ഒരു സ്കേർട്ടും ടോപ്പുമാണ്. സ്കേർട്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്കേർട്ടും അല്ല ഷോർട്ട്സും അല്ലാത്ത. അതാണ് നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.